ഗുഡ് മോർണിംഗ്. ഫോർത്ത് സെമിസ്റ്ററിൻ്റെ ചാപ്റ്റർ നമ്മൾ തുടങ്ങുകയാണ്. ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന ചാപ്റ്ററാണ് ഞാൻ ഡീൽ ചെയ്യുന്നത്. ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൽ രണ്ട് പോർഷനായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം. അതായത് ഒരു ഭാഗം ബാങ്കിങ്ങും മറ്റു ഭാഗം ഇൻഷുറൻസ് ആയിട്ടാണ് വരുന്നത്. ബാങ്ക്, പിന്നെ അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ്, അവിടെ ബാങ്കിലുണ്ടാകുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, പിന്നെ ഈ ബാങ്കിങ്. അതിനുശേഷം ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഒരു തിയറി പേപ്പറാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് എഴുതി ഫലിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും നോട്ട്സായിട്ട് തരാവുന്നതിൽ ഒരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ സ്ലൈഡായിട്ട് വരും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട്സ് എഴുതണം എന്ന് കൂടി ഇതിൻ്റെ കൂടെ പറയാം. അപ്പോൾ ബാങ്ക് നമുക്കൊന്ന് പോകാം. ബാങ്ക് നമ്മൾ ഡെയിലി ലൈഫിൽ ഡീൽ ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ എല്ലാവർക്കും, എല്ലാ സ്റ്റുഡൻസിനും ബാങ്ക് എന്താണെന്ന് അറിയാം. ഇപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻസ് പറയുമ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ എല്ലാ മീനിങ് നമുക്ക് ക്യാച്ച് ചെയ്യാം. കാരണം നമ്മളെല്ലാവരും ബാങ്കുമായിട്ട് ഡീൽ ചെയ്യുന്ന ആളുകളാണ്. അതിലുപരി ഡിമോണിറ്റൈസേഷൻ വന്ന സമയത്ത്, പണം നിരോധനം, നോട്ട് നിരോധനം വന്ന സമയത്ത് നമ്മളെല്ലാവരും ബാങ്കിൻ്റെ ഒരു ഫംഗ്ഷനിലേക്ക് കൂടുതൽ അടുത്തുപോയി ബാങ്കുമായിട്ട് ഇടപെടാൻ തുടങ്ങി. ഇപ്പം കൂടുതലും നമ്മൾ ഓൺലൈൻ ബാങ്കിങ്ങും പർച്ചേസിങ്ങും ഒക്കെ പല രീതിയിലായിട്ടും ബാങ്കുമായിട്ടാണ് നമ്മളുടെ ഡീലിങ്സ് ഇപ്പോൾ വരുന്നത്. മുമ്പുള്ളതിനെക്കാട്ടിലും ഡിജിറ്റൽ മേഖലയിലേക്ക് നമ്മൾ തിരിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് പോകാം ബാങ്കിലേക്ക്. ഒറിജിൻ ഓഫ് ദ വേർഡ് ബാങ്ക്. ബാങ്ക് എന്ന വാക്ക് വരുന്നത് ബാങ്ക എന്ന സ്പാനിഷ് വേർഡിൽ നിന്നാണ് പറയുന്നു. ബാങ്കസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് പറയുന്നു. ഫ്രഞ്ച് വേർഡായ ബാങ്ക് എന്നുള്ള വാക്കെന്നാണ് പറയുന്നു. എന്തായാലും അതിൻ്റെയൊക്കെ മീനിങ് ബെഞ്ച് ഓർ ടേബിൾ എന്നാണ്. ഒരു ബെഞ്ച് അല്ലെങ്കിൽ ടേബിൾ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്കിൽ നിന്ന് ബാങ്ക് വരാൻ കാരണം? ഒരു ബെഞ്ചിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇന്ന് ഇതിൽ ബാങ്ക് ടേബിളിൽ കറൻസീസ് വെച്ചുകൊണ്ട് ആയിരുന്നു പണ്ട് വിനിമയങ്ങൾ നടത്തിയിരുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ വാക്കിൽ നിന്ന് വന്നതെന്നാണ് ഇതിൻ്റെ അനുമാനം വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ബാങ്കസ് ഒരു ബാങ്ക എന്ന വാക്കിൽ നിന്ന് ഇത് ബാങ്ക് എന്നൊരു കൺസെപ്റ്റ് വന്നു, വേർഡ് വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ബാങ്ക് എന്താണെന്ന് നോക്കാം. ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈസൻസ്ഡ് ടു റിസീവ് ഡെപ്പോസിറ്റ്സ് ആൻഡ് മേക്ക് ലോൺസ്. ബാങ്ക് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്കറിയാലോ. അതിൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് പ്രാധാന്യം കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് ആളുകളെ കയ്യിൽ നിന്ന് പണം സ്വീകരിക്കാനും ആളുകൾക്ക് കടമായിട്ട് പണം കൊടുക്കാനും, ദാറ്റ് ലോണായിട്ടൊക്കെ കൊടുക്കാനും ലൈസൻസ് കിട്ടിയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മളെന്ത് പറയുന്നത്, ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആളുകൾ പല രീതിയിലും ആളുകൾ അനോതറൈസ്ഡായിട്ട് സ്വീകരിക്കാറുണ്ട് അല്ലേ, പണം സ്വീകരിക്കാറുണ്ട്. അല്ലെങ്കിൽ പണമുള്ള ആളുകൾക്ക് ലോണായിട്ട് കൊടുക്കാറുണ്ട്, അതിന് പലിശ വാങ്ങാറുണ്ട്. അതൊക്കെ അൺഓതറൈസ്ഡ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ഓപ്പറേഷൻ കുബേര, അങ്ങനെയുള്ള പല പേരിലും ആളുകളെ വീടുകളിൽ റെയ്ഡ് നടത്തുന്നു, ലോൺ കൊടുക്കുന്നു, പണം അനധികൃതമായിട്ട് സമ്പാദിച്ച് കയ്യിൽ വെച്ച്, അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ സമ്പാദിച്ചാൽ പോലും കയ്യിൽ വെച്ച് ലോൺ കൊടുത്ത് ക്യാഷ് ഉണ്ടാക്കും. അപ്പം ബാങ്ക് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ലൈസൻസ്ഡ് ആണ്. ലൈസൻസ് കിട്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ ബാങ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ബാങ്കിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് മേക്കിംഗ് ലോൺസ്, ലെൻഡിങ് ലോൺസ് എന്ന് മാത്രമല്ല, പൈസ സ്വീകരിച്ചിട്ട് പണം കടമായിട്ട് കൊടുക്കുക എന്ന് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ബാങ്കിൻ്റെ റോൾ പോയിട്ടുണ്ടല്ലേ. ഫിനാൻഷ്യൽ സർവീസ്, വെൽത്ത് മാനേജ്മെൻറ്റ്, നമ്മളോട് വെൽത്ത് എങ്ങനെ മാനേജ് ചെയ്യാം, കറൻസി എക്സ്ചേഞ്ചസ്, സേഫ് ഡെപ്പോസിറ്റ്, കസ്റ്റഡി, നമ്മളുടെ ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ ഓർണമെൻറ്റ്സോ ഒക്കെ നമുക്ക് സേഫ് കസ്റ്റഡിയിലൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങൾ നമുക്ക് ബാങ്ക് തരുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് മീനിങ് ഇവിടെ കൊടുക്കാൻ കാരണം ഇതൊക്കെ ഇനി ഡിസ്കസ് ചെയ്യാനുള്ള. പക്ഷേ മീനിങ് ഓഫ് ബാങ്ക് എന്ന് ചോദിക്കുമ്പോൾ, വാട്ട് യു മീൻ ബൈ ബാങ്ക് എന്ന് ചോദിക്കുമ്പോൾ ഇതാന്നുള്ള രീതിയിലാണ്. ഇൻ മോസ്റ്റ് കൺട്രീസ് ബാങ്ക്സ് ആർ റെഗുലേറ്റഡ് ബൈ നാഷണൽ ഗവൺമെൻറ് ഓർ സെൻട്രൽ ഗവൺമെൻറ്. ഏകദേശം എല്ലാ രാജ്യങ്ങളിലും എന്താണ്, സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു സെൻട്രൽ ബാങ്ക് ആയിരിക്കും ആ രാജ്യത്തുള്ള ബാങ്കുകളെ നിയന്ത്രിക്കുന്നത്. അത് നിയന്ത്രിക്കാത്ത രാജ്യങ്ങളിലൊക്കെ ഒരു പരിധി വരെ ഈ സാമ്പത്തിക മാന്ദ്യങ്ങളൊക്കെ വരാറുണ്ട്. ഇന്ത്യയിൽ സാമ്പത്തിക മാന്ദ്യം വരാതിരുന്നതിൻ്റെ കാരണം
എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് RBI പണപ്പെരുവും പണച്ചുരുക്കവും ഒക്കെ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്, ഇതൊക്കെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളെ എക്കോണമിയെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സെൻട്രൽ ബാങ്ക് നമ്മളെ കയ്യിലുണ്ട് എന്നതുകൊണ്ടാണ്. ഇനി നോക്കാം ഡെഫിനിഷൻ. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949, ബാങ്കുകളുടെ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ബാങ്കിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. ആക്സെപ്റ്റിംഗ്, അത് മുറിച്ച് പറയാം, ആക്സെപ്റ്റിംഗ് ഓഫ് ഡെപ്പോസിറ്റ് ഓഫ് മണി ഫ്രം ദ പബ്ലിക്, ആക്സെപ്റ്റിംഗ് ഓഫ് ഡെപ്പോസിറ്റ് ഓഫ് മണി ഫ്രം ദ പബ്ലിക്, പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് പണം സ്വീകരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്, മറ്റുള്ള ആളുകൾക്ക് കടം കൊടുക്കാനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനോ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു ഭാഗം പറഞ്ഞു, ആസെറ്റിംഗ് ഓഫ് ഡെപ്പോസിറ്റ് ആൻഡ് റീപേബിൾ ഓൺ ഡിമാൻഡ് അതർവൈസ്, ആളുകൾ ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കണം. പിന്നെന്തിനാണ് ഒരു അതർവൈസ്? ചില സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല, കാരണം ഫിക്സഡ് ഡെപ്പോസിറ്റൊക്കെ ആണെങ്കിൽ അതിനൊക്കെ ഒരു പരിധിയുണ്ട് അല്ലേ, സമയപരിധിയുണ്ട്. അല്ലെങ്കിൽ ചില സമയത്ത് നമുക്കറിയാം ഒരു മാസം എത്ര വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ലിമിറ്റ് വെക്കും, ചില ബാങ്കുകൾ വെക്കും. കാരണം നമ്മൾ ATM എന്നൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ നമുക്കറിയാം ഒരു ദിവസത്തെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും എന്നതുകൊണ്ടാണ് എന്താണ് അവിടെ ഒരു അതർവൈസ് അവിടെ കൊടുത്തിട്ടുള്ളത്. അവർ മുൻകൂട്ടി കണ്ടു കൊടുത്തതാണ്. ആൻഡ് വിഡ്രോവബിൾ ബൈ ചെക്ക്, ആവശ്യമുള്ള സമയത്ത് വിഡ്രോ ചെയ്യാനുള്ള ചെക്ക് വഴിയോ ഡ്രാഫ്റ്റ് വഴിയോ അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യുന്നതനുസരിച്ച് ഓർ അതർവൈസ് മറ്റുള്ള വഴികളോ. ഇപ്പോൾ കാലങ്ങൾ മുമ്പോട്ട് പോകുന്നതനുസരിച്ച് എന്താണ് മെത്തേഡ്സൊക്കെ മാറിക്കൊണ്ടുമാണ് അല്ലെ. വിഡ്രോ മെത്തേഡ് ആദ്യം നമ്മൾ ബാങ്കിൽ പോയി ചെക്ക് എഴുതി കൊടുത്ത് അല്ലെങ്കിൽ സ്ലിപ്പ് എഴുതി കൊടുത്ത് വിഡ്രോ ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു പരിധി വരെ ആരും അങ്ങനെ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ഒന്നെങ്കിൽ ATM വഴി അല്ലെങ്കിൽ ക്യാഷ് കൊടുക്കാനുള്ള ആളുകൾക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫർ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി ആൻഡ് റീപേബിൾ ഓൺ ഡിമാൻഡ്, വിഡ്രോവൽ, ഇതൊക്കെ ഇതിൻ്റെ കാര്യങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഫങ്ഷൻസ് ആണെന്ന് മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഒരു ബാങ്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ നോക്കാം. ഡീലിംഗ് ഇൻ മണി, ഇൻഡിവിജ്വൽ, ഫേം ഓർ കമ്പനി, ആസെറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ഗിവിങ് അഡ്വാൻസസ്, പേയ്മെൻറ്റ് ആൻഡ് വിഡ്രോവൽ, ഏജൻസീസ്, ഇതൊക്കെ ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഡീലിംഗ് ഇൻ മണി, ബാങ്ക് എന്തുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്? ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഡീൽസ് വിത്ത് അതർ പീപ്പിൾസ് മണി, മറ്റുള്ള ആളുകളുടെ പണമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡിപ്പോസിറ്റായിട്ട് സ്വീകരിക്കുന്നു, അത് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. അവരുടെ പണം വാങ്ങിയിട്ട് അതിൻ്റെ ഒരു കസ്റ്റഡി, അത് വിഡ്രോ ചെയ്യാനുള്ള സൗകര്യം, അതാണ് ഡീലിംഗ് ഇൻ മണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റുള്ള ആളുകളുടെ പണം സ്വീകരിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇൻഡിവിജ്വൽ, ഫേം ഓർ കമ്പനി. ഒരു ബാങ്ക് എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആവാം അല്ലേ, ഒരു വ്യക്തിയാകാം, ഒരു ഫേം ആകാം, അല്ലെങ്കിൽ ഒരു കമ്പനി ആകാം. കമ്പനി എന്ന് പറയുമ്പോൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനി കേട്ടോ. ബിസിനസ് എന്ന് പറയുന്നത് ബാങ്ക് ആയിരിക്കണം. മറ്റുള്ള ബിസിനസ് നടത്തുന്നതിൻ്റെ ഇടയിലൂടെ ബാങ്കിങ് നടത്താൻ പറ്റില്ല. ബാങ്കിങ് എന്ന തന്നെ ആയിരിക്കണം അവരുടെ ബിസിനസ് എന്ന് പറയുന്നത്. ദെൻ ആക്സെപ്റ്റിംഗ് ഓഫ് ഡെപ്പോസിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആളുകളുടെ കയ്യിൽ എന്താണ്, പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് അവർക്ക് ആവശ്യമുള്ള സമയത്ത് തിരിച്ചു കൊടുക്കാം എന്നുള്ളൊരു അഗ്രിമെൻറ്റിൽ നമ്മൾ പണം സ്വീകരിക്കുന്നു. അത് നമ്മളുടെ കസ്റ്റഡിയിൽ സേഫായിട്ട് വെക്കുകയും ചെയ്യുന്നു. ഇറ്റ് ഗീവ്സ് സേഫ് കസ്റ്റഡി ഓർ ഇറ്റ് ഗീവ്സ് സേഫ്റ്റി. ഒരു സേഫ് കസ്റ്റഡി ഫീലിംഗ് ആർക്ക്, പബ്ലിക്കിന് കിട്ടും. പക്ഷെ എത്രമാത്രമാണ് അതിൻ്റെ സേഫ്റ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ബാങ്കിൽ നിന്ന്, ലോക്കറിൽ നിന്ന് നമ്മുടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദി ബാങ്ക് എത്രത്തോളമാണ്, നമ്മൾ എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നെക്സ്റ്റ്, ഗിവിങ് അഡ്വാൻസുകൾ കൊടുക്കുക. ബാങ്ക് ലെൻഡ് ഔട്ട് മണി ഇൻ ദ ഫോം ഓഫ് ലോൺസ്. മറ്റുള്ള ആളുകൾക്ക്, പണം ആവശ്യമുള്ള ആളുകൾക്ക് പണം കൊടുക്കുന്നു, ലോണുകളായിട്ട് കൊടുക്കുന്നു. വിവിധ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മുടെ ബാങ്ക്
ഒരു പരിധി വരെ നോക്കും, കാരണം ബാങ്ക് ഹൗസിങ് ലോണ് മറ്റ്. പക്ഷേ അവർ എന്ത് പർപ്പസ്, ഇപ്പം നമ്മൾ അഗ്രികൾച്ചറൽ ലോണൊക്കെ എടുക്കാറുണ്ട് അല്ലേ. ഇപ്പം കേരള ഗ്രാമീണ ബാങ്കിൽ നിന്ന് അധികം ആളുകളും ഗോൾഡ് വെച്ച് അഗ്രികൾച്ചറൽ പർപ്പസിന് കൊടുക്കുന്ന ലോ റേറ്റ് ഇൻട്രസ്റ്റിനാണ് പല ആളുകളും എന്ത് ചെയ്യുന്നത്, ലോണുകൾ എടുക്കുന്നത്. പക്ഷേ അത് അതിന് തന്നെയാണോ യൂസ് ചെയ്യുന്നുള്ളത് വേറെ കാര്യം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പണം ഉള്ള ആളുകളുടെ അടുത്ത് നിന്ന് സ്വീകരിക്കുന്നു, പണമില്ലാത്ത ആളുകളുടെ അടുത്ത് കൊടുക്കുന്നു എന്ന ഒരു വലിയ സർവീസാണ് ബാങ്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, പേയ്മെൻറ്റ് ആൻഡ് വിഡ്രോവൽ. എ ബാങ്ക് പ്രൊവൈഡ് ഈസി പേയ്മെൻറ്റ് ആൻഡ് വിഡ്രോവൽ ഫെസിലിറ്റീസ്. പേയ്മെൻറ്റ് നടത്താനും വിഡ്രോ നടത്താനും. നമ്മളുടെ ബാങ്ക് നമ്മളുടെ പേയ്മെൻറ്റ് സർവീസ് നടത്തും. ഇപ്പോൾ കറണ്ട് ബില്ല് കൊടുക്കാനും. അതുപോലെ അത്രയും വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മളൊരു കാറ് വാങ്ങി, കാറ് EMI ഇട്ടു, ഇൻസ്റ്റാൾമെൻറ്റ് ഇട്ടാൽ നമ്മൾ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുക്കണം. അപ്പോൾ ഒരു ഡേറ്റ് നമ്മളോട് പറയണം, 5-ാം തീയതി ആകുമ്പോൾ ബാങ്കിൽ പൈസ ഉണ്ടെങ്കിൽ അതിന് ഓട്ടോമാറ്റിക്കലി പോയിക്കോളും. അപ്പോൾ നമ്മളുടെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ബാങ്ക് നടത്തുന്നു. നമുക്ക് എന്ത് ചെയ്യേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യം. അപ്പോൾ ക്യാഷുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ സൗകര്യമുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ബാങ്ക് ചെയ്യുന്നുണ്ട്. കറണ്ട് ബില്ല്, ഫോൺ ബില്ല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ ഏൽപ്പിച്ചാൽ മതി. ഇപ്പോൾ സ്കൂൾ ഫീസ്, നല്ല സ്കൂൾ ഫീസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്കിൽ കൊണ്ടുപോയി അടച്ചാൽ ബാങ്ക് അവരുടെ ഒരു ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കാറുണ്ട്. നമ്മൾ പല ബാങ്കിലും, അപ്പോൾ നമ്മൾ കൊണ്ടോട്ടിയുള്ള പല ബാങ്കിൽ തന്നെ പോയാലും നമുക്ക് കാണാറുണ്ട് സ്കൂൾ ഫീസ് റിസീവ് ചെയ്യുന്ന ബാങ്കിൻ്റെ നോട്ടീസുകൾ. അതായത് ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ റിസീവ് ചെയ്യുന്നത് കാണാറുണ്ട്. ദെൻ നെക്സ്റ്റ്, ഏജൻസി ആൻഡ് യൂട്ടിലിറ്റി സർവീസസ്. ബാങ്ക് ഒരുപാട് ഏജൻസി ഒരു യൂട്ടിലിറ്റി സർവീസ്, ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ബാങ്കിൻ്റെ ഫങ്ഷൻസ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്കൊന്നുകൂടി ഡീറ്റെയിൽഡായിട്ട് പറയാം. നെക്സ്റ്റ് വൺ, പ്രോഫിറ്റ് ആൻഡ് സർവീസ് ഓറിയൻറ്റേഷൻ. ബാങ്ക് എന്ന് പറയുന്നത് പ്രോഫിറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതാണ്. അതോടൊപ്പം തന്നെയാണ് സർവീസും കൂടി തരുന്നുണ്ട്. ബാങ്ക് എന്ന് പറയുന്നത് ഫുള്ളി ഒരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ബിസിനസ് അല്ല, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, ഒരു സർവീസ് ഓറിയൻറ്റഡ് കൂടിയാണ്. ഇപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കൊക്കെ സർവീസും കൂടി അതിൻ്റെ ലക്ഷ്യമാണ്. അതിൻ്റെ സർവീസ് നല്ല രീതിയിൽ പോകാൻ പ്രോഫിറ്റ് ആവശ്യമാണ് എന്നതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് കൂടിയാണ്. നെക്സ്റ്റ് വൺ ഈസ് എവർ ഇൻക്രീസിങ് ഫങ്ഷൻ. ബാങ്ക് എന്ന് പറയുന്നത് ആളുകളുടെ കയ്യിൽ നിന്ന് പണം സ്വീകരിക്കുന്നു, ലെൻഡിങ് അത് എന്ത് ചെയ്യുന്നു, ലോണുകളായിട്ട് കൊടുക്കുന്നു. ആ ബാങ്ക് ഒരു ഡെപ്പോസിറ്റർക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് കുറച്ച് അയാൾക്ക് കൊടുക്കണമല്ലോ, അയാൾ പണം തന്നതിന്. അപ്പോൾ അതിൽ ഏറെ ആരടുത്തു നിന്ന് വാങ്ങണം, ഈ ലോൺ കൊടുത്ത ആളടുത്തു നിന്ന് ലോണ് തിരിച്ചടക്കുമ്പോൾ വാങ്ങണം. അങ്ങനെ ഒരു ഇൻക്രീസിങ് നേച്ചർ. നമ്മൾ ബിസിനസ് എന്താണ്, ഒരു ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടാണ് പോകുന്നത്. ഒരു കണ്ടിന്യൂസ് എക്സ്പാൻഷൻ അവിടെ നടക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് കണക്റ്റിംഗ് ലിങ്ക്. ബാങ്ക് ആക്ട് ആസ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ബോറോവേഴ്സ് ആൻഡ് ലെൻഡേഴ്സ്. നമ്മൾ പണം തരുന്ന ആളുകളും പണം ആവശ്യമുള്ള ആളുകളും തമ്മിലുള്ള ഒരു ലിങ്കാണ്. ആർക്കൊക്കെ വേണം, ആർക്കൊക്കെ കൊടുക്കണം എന്ന് ബാങ്കിൽ പോയാലറിയാം. നമ്മൾ പണം കടം ചോദിച്ച് നടക്കാനായിട്ട് മറ്റു സുഖം എന്താണ്, ബാങ്കിൽ പോയിട്ട് ലോൺ വാങ്ങുന്നതാണെന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവും, കാരണം അവിടെ ഇൻട്രസ്റ്റൊക്കെ മാറ്റമുണ്ട്. പക്ഷേ നമ്മൾ ഫങ്ഷൻസ് ക്യാരക്ടറിസ്റ്റിക്സ് പറയാമെന്നുള്ളൂ മാത്രം. ദെൻ ബാങ്കിങ് ബിസിനസ്. ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്, ബാങ്കിങ്ങിനായിട്ട് നടത്തുന്ന ഓർഗനൈസേഷനാണ്, ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അല്ലെങ്കിൽ മറ്റൊരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സബ്ബായിട്ട് വരുന്നതല്ല. ബാങ്കിങ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഷുഡ് ബി മെയിൻ ആക്ടിവിറ്റി ഷുഡ് ബി ഓർ കോർ ആക്ടിവിറ്റി ഷുഡ് ബി ബാങ്കിങ്. ആൻഡ് യുണീക്നെസ് ഓർ നെയിം ഐഡൻറ്റിറ്റി എന്ന് പറയാം നമുക്ക്. ബാങ്കിൻ്റെ പേരിൽ അത് ബാങ്കാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അല്ലേ, കാത്തോലിക് സിറിയൻ ബാങ്കിങ്, പിന്നെ യെസ് ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഇങ്ങനെ ബാങ്കിൻ്റെ പേര് അവിടെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് അവിടെ സൂചിപ്പിക്കും. ടൈപ്സ് ഓഫ് ബാങ്ക് ടെക്സ്റ്റിൽ പല രീതിയിൽ ചറപ്പറായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ എൻ്റെ ആ രീതിയിൽ പഠിക്കാം. ഓണർഷിപ്പിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നത് പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ ആൻഡ് കോപ്പറേറ്റീവ്. മൂന്നും നമുക്കറിയുന്നതാണ്. പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത് മെജോറിറ്റി ഓഫ് സ്റ്റോക്ക് ഹെൽഡ് ബൈ ദ ഗവൺമെൻറ്. അതായത് മോർ ദാൻ 50% സ്റ്റോക്ക് ആരുടെ കയ്യിലായിരിക്കണം, ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരിക്കണം. ഇപ്പോഴത്തെ ഒക്ടോബർ 31 പ്രകാരമുള്ള ഒരു കണക്കാണ് തന്നിട്ടുള്ളത്. 12 ബാങ്കുകൾ, ഒരു പേയ്മെൻറ്റ് ബാങ്ക് പോസ്റ്റ് ഓഫീസിൻ്റെ കീഴിൽ വരുന്നതാണ് ഇന്ത്യൻ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക്.
ഇതാണിപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്കുകളായിട്ട് നിലവിലുള്ളത്. ബാക്കി ഒരുപാട് ബാങ്കുകൾ പ്രൈവറ്റ് സെക്ടറായിട്ട് അല്ലെങ്കിൽ വിറ്റ് പോയി, വിൽക്കുന്ന ഒരു സമയമാണ്. ദെൻ ടൈപ്സ് ഓഫ് ബാങ്ക്, സെക്കൻഡ് വൺ ഇസ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. അത് മെജോറിറ്റി സ്റ്റോക്ക് എന്തായിരിക്കും? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസൊക്കെ ഹോൾഡ് ചെയ്യുന്നതാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത്. ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ മുമ്പിലുണ്ട്. യെസ് ബാങ്ക്, IDBI, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കൊടാക് മഹീന്ദ്ര ബാങ്ക്, ICICI, HDFC, ഫെഡറൽ, കാത്തോലിക് സ്ഥിരം ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ മുമ്പിലുണ്ട്. ദെൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ജോയിൻ്റ്ലി റൺ ബൈ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഒരു കൂട്ടം ആളുകൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കോപ്പറേറ്റീവ് ബാങ്ക് ഒരുപാട് ആളുകളുടെ നിക്ഷേപങ്ങൾ സ്വീകരിച്ച് ഷെയറുകൾ സ്വീകരിച്ച് അപ്പം ചിലപ്പോൾ ക്ലാസ് ശ്രദ്ധിക്കുന്ന കുറേ ആളുകൾക്ക് അവിടെ നിന്ന് A ക്ലാസ് മെമ്പർഷിപ്പ് ഉണ്ടാവും അല്ലേ. നമ്മളൊരു ഞാനൊരു A ക്ലാസ് മെമ്പറാണ് ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്. അവിടെ എന്താണ്, നമുക്കൊരു ഷെയർ ഉണ്ടാവും. ആ ഷെയറിൽ അവിടെ നടക്കുന്ന ഇലക്ഷനിൽ അല്ലെങ്കിൽ ഡിസ്കഷനിലൊക്കെ ഒരു വോട്ടിംഗ് റൈറ്റ് നമുക്കുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം നമുക്ക് കിട്ടും. അത് പ്രോഫിറ്റ് A ക്ലാസ് മെമ്പർഷിപ്പ് കിട്ടാൻ വലിയ ഡെപ്പോസിറ്റ് ഒന്നും വേണ്ടിട്ട് ചെറിയൊരു ഡെപ്പോസിറ്റ് നടത്തിയാൽ A ക്ലാസ് മെമ്പർഷിപ്പ് കിട്ടും. അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മളെല്ലാ മീറ്റിങ്ങും ഷെയറും പ്രോഫിറ്റൊക്കെ ഒരുപാടുണ്ടെന്ന് വിചാരിക്കരുത്. അപ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൽ നടത്തിയ ഷെയർ വാങ്ങിയാൽ എന്ത് ചെയ്യും, അതിൻ്റേതായ റിട്ടേൺ നമുക്ക് കിട്ടും. ദാറ്റ്സ് ഓൾ. ഇനി ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നോട്ട്സുകൾ എഴുതുക, സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.